ഇന്നിത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഈ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അതേ സെയിം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പെർഫെക്റ്റ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചെറിയ ജീരകശാല അരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബാസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 3 കപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു ചെറിയൊരു സവാളയുടെ പകുതി പോർഷൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗവും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു സവാള ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. പിന്നെ കുറച്ച് കാഷ്നട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഒരു 2 കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, ഒരു 3-4 മണി കുരുമുളക്, ഇത്രയാണ് വേണ്ട കേട്ടോ. ചൂട് കട്ടിയിലൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ബാക്കി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ്, ഈ നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് അതിൽ ചേർത്തിട്ട് നമുക്കതൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്പൈസസൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് ഒരുപാട് ഇങ്ങനെ വാടി മൂത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സവാള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടില്ല നമ്മുടെ ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഒരു 10-15 മിനിറ്റ് മാത്രം സോക്ക് ചെയ്താൽ മതി കേട്ടോ. ഓവറായിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. ഇനി അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി ക്രിസ്പിയായി വരുന്ന ഒരു ടൈം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിലാണ് നെയ്ച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമൊന്നും ആക്കിയെടുക്കണ്ട, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് ഞാൻ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിൽ ഈ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കണ്ട അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ അരി നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടില്ലേ. ഇനി അരി നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ആ തിളച്ച വെള്ളം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആ ഒരു തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടി ഉപ്പ് മുന്നിലേക്കായി നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് ഉപ്പായിട്ട് കിട്ടുക. അപ്പോൾ കണ്ടിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളം നനവില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസ് ഒന്നും തമ്മിൽ ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് വേറിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓണിയനും കാഷ്യൂനട്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 10-15 മിനിറ്റോളം അങ്ങനെ തന്നെ അടച്ചിരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടി ഇനി കുറച്ച് എന്തെങ്കിലും ഒരു വെള്ളം നനവുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് മാറിക്കിട്ടും കേട്ടോ. കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൈസ് വറക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടും. ഞാൻ എന്താ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓണിയനും കാഷ്യൂനട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്നൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ഗീ റൈസിൻ്റെ കൂടെ ഞാൻ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.